എന്താ വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് നമ്മുടെ മക്കൾ അവർ ഉപയോഗിക്കുന്ന അവരെന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു എന്നത് വളരെ ഗൗരവതരമാണ്. ഇനി മാത്രമല്ല, നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഇപ്പോൾ കേരളത്തിൽ നിന്നല്ല നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ അനുഭവിക്കുന്നത് ആരാന്നറിയോ? പ്രത്യേകിച്ച് നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ, വിഷാദ രോഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനേറ്റവും പ്രധാനമായി പറയുന്നൊരു പോയിൻ്റ് എന്നറിയോ? ഇപ്പോൾ ഒരു കുട്ടി ഇൻസ്റ്റഗ്രാമിൽ എന്ത് ചെയ്തു, ഒരു ഫോട്ടോ എന്ത് ചെയ്തു, പോസ്റ്റ് ചെയ്തു. ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ എന്ത് ചെയ്തു, പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അവനിങ്ങനെ നോക്കും എത്ര ലൈക്ക് ഉണ്ടെന്ന് നോക്കും. ലൈക്ക് ഉണ്ടെന്ന് നോക്കിയിട്ട് അവൻ ആകെ കാണാണെന്ത് 4 ലൈക്കേ ഉള്ളൂ 6 മണിക്കൂറായിട്ട്. അതെന്ത് ചെയ്യുന്നറിയോ? മാനസികമായി ആ കുട്ടീനെ അത് തളർത്തിക്കളിയുന്ന. അങ്ങനെയാണ് നമ്മുടെ മക്കൾ ഡിപ്രഷനിലേക്ക് പോകുന്നതെന്നാണ്. കേരളത്തിലെ കുട്ടികളിലുള്ള ആത്മഹത്യയുടെ പിന്നിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു പഠനം നടത്തിയപ്പോൾ അതിൽ നമ്മെ നിയമപാലകർ ബോധ്യപ്പെടുത്തുന്ന ഒരു വസ്തുതയുണ്ട്. ഇൻസ്റ്റഗ്രാമിലെ ചില പ്രത്യേക പേജുകൾ ഫോളോ ചെയ്യുന്നവരാണ് ഈ ആത്മഹത്യ ചെയ്ത കുട്ടികളിലധികവും. അവിടെ ആലോചിച്ചു. അപ്പോൾ നമ്മുടെ മക്കൾ സോഷ്യൽ മീഡിയയിലൂടെ എന്താണ് കാണുന്നത്, എന്താണ് കേൾക്കുന്നത് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഉമ്മമാരോടൊക്കെ പറയാനുള്ളത്, ചെറിയ മക്കൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ വേണം. ഇപ്പോൾ ഫാമിലി ലിങ്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പം എൻ്റെ മോന് അരമണിക്കൂറും മക്കളുടെ കയ്യിൽ നമുക്ക് മൊബൈൽ സ്വതന്ത്രമായിട്ട് കൊടുക്കാം. മക്കൾ മൊബൈൽ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അരമണിക്കൂറാണ് അവർക്ക് കളിക്കാൻ കൊടുത്ത ടൈം. നമ്മൾ വേറെന്തെങ്കിലും പണിയിലായിരിക്കും. 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞാലും നിർത്തൂല, ഉറപ്പാണ്. അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? നമ്മുടെ മൊബൈലിലൂടെ എന്ത് ചെയ്യാം, ഫാമിലി ലിങ്ക് വഴി നമ്മുടെ മൊബൈലിൽ നിന്ന് എന്ത് ചെയ്യാം, മോൻ്റെ മൊബൈലിൽ ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വിളി വരും, മെച്ചി ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് തരുമോ എന്ന് ചോദിക്കും. അത് പറ്റില്ല, ഇന്ന് അരമണിക്കൂർ എങ്ങൾക്കുള്ള ഈ സമയത്ത് ലോക്ക് ചെയ്യാൻ പറ്റും. അവരേത് സൈറ്റിൽ പോകുന്നു, അവർ എന്താണോ ഏതൊക്കെ ആഡിങ്സ് ആണോ കാണുന്നത്, അതിൽ ഏതൊക്കെ മേഖലകളിൽ പോകുന്നു എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ മൊബൈലിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ അറിയാനും മനസ്സിലാക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള ചില സാക്ഷരതകൾ എന്ത് ചെയ്യണം, നമ്മൾ നേടേണ്ടതുണ്ട് എന്നാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾ നോക്കേണ്ട വേറൊരു പോയിൻ്റ് എന്താ അറിയോ? ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വർദ്ധിച്ചതിനനുസരിച്ച് എന്താ നമ്മുടെ നാട്ടിൽ അടുത്തുണ്ടായൊരു പ്രശ്നം എന്താ അറിയോ? അടുത്തുണ്ടായൊരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോസ്മെറ്റിക്സിൻ്റെ ഉപയോഗം വർദ്ധിച്ചു. ചുണ്ടു ചോപ്പിക്കാത്ത പെൺകുട്ടികൾ ഇന്ന് പുറത്തുണ്ടോ? ഐലൈനറും മൈഷാടും മുഖത്ത് പുട്ടിയിടാത്ത. എനിക്ക് അത്ഭുതം തോന്നി എന്താ അറിയോ? ഞാനൊരു LP സ്കൂളിൽ അധ്യാപകനാണ്. ഞാനൊരു ദിവസം KG ക്ലാസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ, KG ക്ലാസ്സിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയ 4 വയസ്സുള്ളൊരു കുട്ടി, LKG പഠിക്കുന്നൊരു കുട്ടി, കൂടെ പഠിക്കുന്നൊരു കുട്ടീൻ്റെ ചുണ്ടുമ്മലി നമ്മുടെ ഈ മെഴുകിൻ്റെ കളർ എടുത്തിട്ട് എന്ത് ചെയ്യാന്നറിയോ, ചുണ്ടിങ്ങനെ വരഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, മക്കളെ ഇതെന്താണ്? അത് ലിസ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ കുഞ്ഞു മനസ്സിൽ വരെ എന്തുണ്ട്? അതേ പറയുന്നത്, നമ്മുടെ മക്കളുടെ മനസ്സുകളെ എത്രത്തോളം സോഷ്യൽ മീഡിയ മലീമസമാക്കുന്നുണ്ട് എന്നതിൻ്റെ നേർക്കാഴ്ചകളാണ്, എത്രത്തോളം അവരെ സ്വാധീനം ചെലുത്തുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് പലപ്പോഴും നമ്മുടെ കുട്ടികളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം സമീപനങ്ങൾ. അതുകൊണ്ട് ഈ ലിപ്സ്റ്റിക്കും ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ള എന്താ അറിയോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഇതൊക്കെ ഇട്ട് നടക്കുന്ന പെൺകുട്ടികളെ നോക്കിയിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് ഇപ്പോൾ പറയുന്ന പേര് കോഴികൾ എന്നാണ്. അത് ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും റോഡ് സൈഡിലൊക്കെ ഈ ജാതി ടീം കാത്തിരിക്കുന്നുണ്ടാവും. ഓരോ പരിപാടി എന്താ അറിയോ? ഈ ജാതി പെൺകുട്ടികൾ വരുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുമെന്ന് മാത്രമല്ല, അവരെ പ്രണയം നടിച്ച് പ്രേമം നടിച്ച് വശത്താക്കി അവരുടെ ശരീരവും അവരുടെ സമ്പത്തും ഒക്കെ എന്ത് ചെയ്യും, അതൊക്കെ കവർന്നെടുത്ത് അവസാനം പഴം തിന്നിട്ട് തൊലി വലിച്ചെറിയുന്നത് പോലെ അങ്ങോട്ട് വലിച്ചെറിയും. ഇവള് വിളിക്കും, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവരുടെ ബന്ധം ആഴത്തിലുള്ള ബന്ധമായി. അവസാനം വിളിക്കും ഇവള്, ഞാൻ പ്രഗ്നൻ്റാണ്. ഓൻ അതോടുകൂടി ഫോൺ ഓഫ് ചെയ്യും. പിന്നെ എന്ത് ചെയ്തു? ഫോണ് വിളിച്ചിട്ട് എടുക്കണില്ല. ആരോട് പറയും? ഉമ്മനോട് പറയാൻ പറ്റുമോ? ബാപ്പനോട് പറയാൻ പറ്റുമോ? കുടുംബക്കാരോട് പറയാൻ പറ്റുമോ? നാട്ടുകാരോട് പറയാൻ പറ്റുമോ? എന്താ അവസാനം ഉണ്ടാകുക?
ഫാനിൻ്റെ മുകളിലൊരു കയറ് കെട്ടിയിട്ട് തൂങ്ങി അങ്ങോട്ട് മരിച്ചു. ഇങ്ങനെ എത്ര ആത്മഹത്യകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ പിന്നെ എന്താ അറിയോ, ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ളൊരു പ്രശ്നം എന്താ അറിയോ, ചില ഉമ്മമാരുടെയൊക്കെ മനസ്സിൽ എന്താ അറിയോ, കുട്ടികളൊക്കെ അങ്ങനെ കിട്ടുമെന്ന് നടക്കട്ടെ, എന്താപ്പം നടന്നാൽ ഞങ്ങളൊക്കെ ഇട്ട് നടന്നല്ലേ എന്നൊരു കൺസെപ്റ്റ് ആയിരിക്കും. രണ്ടാമത്തെ ഒരു കൺസെപ്റ്റ് എന്താ അറിയോ, ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ നടന്നിട്ട് ഏതെങ്കിലും ചെക്കന്മാർ നല്ല ചെക്കന്മാരെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കെട്ടിക്കൊണ്ടുപോവാണെങ്കിൽ കെട്ടിക്കൊണ്ടോട്ടെ എന്നുള്ള ചിന്തയിലും ഇതൊക്കെ ഇട്ട് നടത്തിക്കുന്ന ചില രക്ഷിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു പെൺകുട്ടി ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടതെന്നുള്ള കാര്യം, അത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്കൊരു ഉറപ്പുണ്ടാകണം. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടി ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചിട്ട് ഇസ്ലാമിൻ്റെ സംസ്കാരം പാലിച്ചുകൊണ്ട് മാത്രമേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുള്ളൊരു ബോധ്യം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്കുണ്ടാകണം. ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്ന രക്ഷിതാക്കൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇതൊന്നും വലിയ പ്രശ്നമല്ല, ഇതൊക്കെ സമൂഹം ചെയ്യുന്നൊരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ അപകടങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കുക. ഇനി മാത്രമല്ല, ഇതൊക്കെ ഇട്ട് നടക്കുന്ന ഒരു പെൺകുട്ടീനെ കുറിച്ച് ഒരു കല്യാണാലോചന വന്നാൽ എന്താ ഉണ്ടാകുക? നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ മോനിക്കൊരു കല്യാണാലോചന വന്നു, ഇന്ന സ്ഥലത്തുള്ള ഇന്ന പെൺകുട്ടിയാണ്. അപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മളോട് പറയാൻ എന്താ അറിയോ, ആ ചുണ്ടൊക്കെ ചോപ്പിച്ചിട്ട് മുഖത്തെന്തൊക്കെയോ തേച്ച് പോകുന്ന ആ പെൺകുട്ടിയല്ലേ, ഓളല്ലേ നിങ്ങൾ ചോദിച്ചത്? അവിടെ തന്നെ അങ്ങനെയൊക്കെ പോകുന്ന പെൺകുട്ടിയത്, അങ്ങനെയൊക്കെ പോകുന്ന പെൺകുട്ടി വേണ്ട മോനെ, അത് നമ്മളെ കുട്ടിക്ക് വേണ്ടാന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു നല്ല തറവാട്ടിൽ നിന്ന് അങ്ങനത്തെ കുട്ടിക്ക് കല്യാണം കിട്ടുമോ? ഇല്ല. അപ്പോൾ ഈ ജാതി സംസ്കാരം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി വേഷം ധരിക്കുന്നവർ വ്യഭിചാരിണികളാണെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഒരിക്കലും അത്തരമൊരു വേഷ സംവിധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇന്നത്തെ വേഷം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ വേഷം നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, പരിശീലിപ്പിക്കണം. അത് ചെറുപ്പത്തിലേ നമ്മൾ പരിശീലിപ്പിക്കണം. ആൺകുട്ടിയുടെ വേഷമാണ് ആൺകുട്ടിക്ക് ധരിപ്പിക്കേണ്ടത്, പെൺകുട്ടീൻ്റെ വേഷമാണ് പെൺകുട്ടിക്ക് ധരിപ്പിക്കേണ്ടത്. ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞിട്ടും ആൺകുട്ടിക്ക് പെൺകുട്ടീൻ്റെ വേഷം ധരിപ്പിച്ചു കൊടുത്താൽ, പെൺകുട്ടിക്ക് ആൺകുട്ടീൻ്റെ വേഷം ധരിപ്പിച്ചു കൊടുത്താൽ ജെൻഡറിൽ സംശയം വരുമെന്നാണ്. ഞാൻ ആണാണോ പെണ്ണാണോ എന്നുള്ള സംശയം വരുമെന്നാണ്. അങ്ങനെയാണ് അവസാനം വലിയ പ്രശ്നങ്ങളിലേക്ക്, മാനസിക സംഘർഷങ്ങളിലേക്ക് അവരെ എത്തിക്കുന്നത് എന്നാണ് പഠനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളുടെ വേഷം ധരിപ്പിച്ച് നമ്മൾ ശീലിപ്പിക്കണം, ആൺകുട്ടികളുടെ വേഷം ധരിപ്പിച്ച് നമ്മൾ ശീലിപ്പിക്കണം. മാത്രമല്ല, പരിശുദ്ധ ഇസ്ലാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറയുന്നൊരു വാചകമുണ്ട്, യാ അയ്യുഹൻ നബി, അള്ളാഹിൻ്റെ റസൂലെ, കുല്ലി അസ്വാജിക്, അങ്ങയുടെ ഭാര്യമാരോട് പറയണം, വബനാതിക്, അങ്ങയുടെ പെൺമക്കളോട് പറയണം. എന്താ പറയേണ്ടത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ ജിൽബാബുകൾ അവരുടെ ശരീരത്തിലേക്ക് അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. എന്തിനാണത്? ദാലിക അദിന അയ്യുറഫ്ന, അത് തിരിച്ചറിയപ്പെടാനാണ്. ആളുകൾ എന്താ പറയുക? തിരിച്ചറിയപ്പെടാതിരിക്കാൻ. ആളുകൾ പറയെന്താ? ആളുകൾ അറിയില്ലല്ലോ എന്നാണ്. അള്ളാൻ്റെ ഖുർആൻ പറയാണ് തിരിച്ചറിയപ്പെടാനാണ് ആ വേഷം. എന്ത് തിരിച്ചറിയാൻ? നിങ്ങൾ നോക്കണം, എന്ത് തിരിച്ചറിയാൻ? ഒരു കാമാതുരമായ നോട്ടത്തിൻ്റെ മുമ്പിൽ പതറിപ്പോന്ന പെണ്ണല്ല ഞാൻ, ഇസ്സത്തുള്ള കൂവത്തുള്ള തറവാട്ട് പറഞ്ഞ പെണ്ണാണ് എന്നാണ് ആ വേഷം ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ദാലിക അദിന അയ്യുറഫ്ന, തിരിച്ചറിയപ്പെടാനുള്ള പെണ്ണാണ്, തിരിച്ചറിയപ്പെടാനുള്ള വേഷമാണ് ഇത്. ഇസ്സത്തിൻ്റെ വേഷമാണ് ഇത്, ഖുവ്വത്തിൻ്റെ വേഷമാണ് ഇത്, സംസ്കാരത്തിൻ്റെ വേഷമാണ് ഇത്, പാതിവൃത്യത്തിൻ്റെ വേഷമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു. അടുത്ത പോയിന്റ് എന്തറിയും? ഫലാ യുദൈൻ, പീഡിപ്പിക്കപ്പെടാതിരിക്കാനും. സുപ്രീം കോടതിയിലെ അഡ്വക്കറ്റ്, അവരൊരു ഹൈന്ദവ സഹോദരിയാണ്. അവർ പറഞ്ഞെന്താ അറിയോ? ഏറ്റവും നല്ല സുരക്ഷിതമായ വേഷമെന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ വേഷമാണ്. മുറ്റത്തെ മുല്ലക്ക് മഴയില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കൺസെപ്റ്റ് അങ്ങനെയാണ്. ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളും ഇസ്ലാമിൻ്റെ വേഷങ്ങളും ഒന്നും നമുക്ക് വേണ്ട. അതെപ്പോഴാണ് നമുക്ക് വേണ്ടിയെന്നറിയോ? മരിച്ച വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇസ്ലാമിൻ്റെ വേഷം വേണം, പള്ളിയിൽ പോകാൻ ഇസ്ലാമിൻ്റെ വേഷം വേണം, കല്യാണത്തിന് പോകാൻ ഇസ്ലാമിൻ്റെ വേഷമില്ല, വിരുന്നിന് പോകാൻ ഇസ്ലാമിൻ്റെ വേഷമില്ല, മക്കളെ സ്കൂളിലെ മീറ്റിങ്ങിന് പോകാൻ ഇസ്ലാമിൻ്റെ വേഷമില്ല. എല്ലാ സ്ഥലത്തും മരിച്ച വീട്ടിൽ പോകുമ്പോൾ മാത്രമുള്ള വേഷമാണ് എന്ത്? ഇസ്ലാമിൻ്റെ വേഷം.
അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ അള്ളാഹ് പറയാൻ ഫലാ യുദൈൻ, പീഡിപ്പിക്കപ്പെടാതിരിക്കാനും ഇസ്ലാമിൻ്റെ വേഷമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് സുരക്ഷിതത്വത്തിൻ്റെ വേഷമാണ്. അത് മക്കളെ നമ്മൾ പരിശീലിപ്പിക്കണം, അത് നമ്മൾ ശീലിപ്പിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അടുത്തൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീട്ടിൽ പിശാചിന് കയറി വരാനുള്ള എല്ലാ വാതിലുകളും നമ്മൾ കുട്ടിയടക്കണം. നമ്മുടെ ശത്രു ആരാണ്? പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ ശത്രു ആരാണ്? ഒരിക്കലും ഭർത്താവിൻ്റെ ഉമ്മ അല്ല. പിന്നെ ആരാണ്? നമ്മുടെ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. ഇന്ന ശൈത്താന ലക്കും അദുവ്വും മുബീൻ, പിശാച് നിങ്ങളുടെ മുഖ്യ ശത്രുവാണ്. പിശാചിന് നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരാനുള്ള എല്ലാ വാതിലുകളും നമ്മൾ കുട്ടിയടക്കണം. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്ന ശൈത്താൻ യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങിയോടും. നമ്മുടെ വീട്ടിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാറുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കണം. സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ മനുഷ്യന്മാരെ വഴിതെറ്റിക്കുന്ന ശൈത്താൻ നമ്മളെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ പറ്റും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മർഫൂ ആയി റിപ്പോർട്ട് ചെയ്തൊരു സംഭവം നമുക്ക് കാണാം. എന്താ പറയുന്നതെന്നറിയും? അതിൽ അദ്ദേഹം പറയാണ്, റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുന്ന വീട്, പിശാച് ഓടിപ്പോകുന്ന വീട്, എത്ര ചെറിയ വീടാണെങ്കിലും ആ വീട്ടിൻ്റെ ഉള്ളിൽ അള്ളാഹു ബറക്കത്ത് തരും. ആ വീട്ടിൽ അള്ളാഹു ബറക്കത്ത് തരും, ആ വീട്ടിൽ അള്ളാഹു റഹ്മത്ത് തരും. ഏത് വീട്ടിലാണെന്നറിയോ? വഇൻ യുഖറഉ ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത വീട്ടിൽ. അത് എത്ര ചെറിയ വീടാണെങ്കിലും ആ വീട്ടിൻ്റെ ഉള്ളിൽ പടച്ചോൻ നമുക്ക് ബറക്കത്ത് തരും. രണ്ടാമത് പറഞ്ഞാൽ എന്തറിയോ? റഹ്മത്തിൻ്റെ മലക്കിറങ്ങാത്ത, റഹ്മത്തിൻ്റെ മലക്കുകൾ ഓടിപ്പോകുന്ന, പിശാചുകൾ ഇറങ്ങി വരുന്ന എത്ര വലിയ വീടാണെങ്കിലും ആ വീട്ടിൻ്റെ ഉള്ളിൽ ഖബറിന് സമാനമായ ജീവിതം നയിക്കും. അത് ഏത് വീടാണെന്നറിയോ? വഅല്ലാ യുഖറഅ ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത വീടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, നമ്മുടെ കുടുംബജീവിതം നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ നന്മയുടെ മാർഗത്തിൽ നിന്ന് നമ്മളെ വഴിതെറ്റിക്കുന്നത്, മക്കളെ വഴിതെറ്റിക്കുന്നത് പിശാചാണ്. ആ പിശാചിനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു മാർഗം പറഞ്ഞു തന്നു. നിന്റെ വീട്ടിൽ നീ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക, നിന്റെ വീട്ടിൽ വിശുദ്ധ ഖുർആനിനെ നീ പാരായണം ചെയ്യുക. നിന്റെ ശത്രുവിനെ നിന്റെ വീട്ടിൽ നിന്ന് നിനക്ക് ഓടിക്കാം. മാത്രമല്ല, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ബിസ്മില്ലാ, നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ല എന്ന് പറഞ്ഞാൽ പിശാച് അവൻ്റെ കൂട്ടാളികളോട് പറയും, ഇവിടെ താമസിക്കാനും ഇവിടെ കടിക്കാനുള്ള ഭക്ഷണവും ഇവിടെ ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ മുഖ്യ ശത്രുവിന് ഊണും ഉറക്കവും കൊടുത്ത് നമ്മുടെ വീട്ടിൽ സംരക്ഷിക്കുന്ന രൂപമാണ് പല വീടുകളിൽ നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നന്മയുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുക? നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ കൂടെയുണ്ട്, അവരുടെ ഉത്തരവാദിത്തം നമുക്കാണ്. പടച്ചോൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് വീട്ടിലേക്ക് കയറുന്ന എല്ലാ അംഗങ്ങളും ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടാണ് കയറേണ്ടത്. എല്ലാ അംഗങ്ങളും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ല എന്ന് ചൊല്ലിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഭക്ഷണം കഴിക്കേണ്ടത്. അടുത്തൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധയും സൂക്ഷ്മതയും നമുക്കുണ്ടാകണം. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ, തഫറഗ് ലി ഇബാദത്തി, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ മുഴുകുക, അതിൽ നിങ്ങൾ പണിയെടുക്കുക, നിങ്ങൾ മുഴുകുക. എന്നിട്ട് അടുത്ത വാചകം എന്താ അറിയോ? അംല ഉസ്വദുറ ഖൈന, നിൻ്റെ മനസ്സിലേക്ക് ഞാൻ സമാധാനം നിറച്ചു തരും. ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കാൻ, നമുക്കൊക്കെ എന്തൊക്കെ സമാധാനക്കേടുണ്ട്, അസ്വസ്ഥതകളുണ്ട്, എന്തൊക്കെ വിഷമങ്ങളുണ്ട്, എന്തൊക്കെ സങ്കടങ്ങളുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും നിത്യതയും നിനക്കുണ്ട് എങ്കിൽ നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏത് പരീക്ഷണത്തിൻ്റെ തീച്ചൂളകളിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും പടച്ചോൻ നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ സമാധാനം തരും. ഞാനല്ല പറഞ്ഞത്, ജീവിതത്തിൽ ഇന്ന് വരെ നുണ പറയാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് വേണം. മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ മാത്രം നിസ്കരിച്ചാൽ പോരാ. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിസ്കരിക്കുന്ന സമയത്ത് ഉമ്മ നിസ്കരിക്കുമ്പോൾ ഉമ്മാൻ്റെ കൂടെ മക്കളും നിസ്കരിക്കണം. ഉമ്മ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഉമ്മ തോന്നുന്ന സമയത്ത് അങ്ങോട്ട് നിസ്കരിക്കും, എൻ്റെ മക്കളോട് നിസ്കരിക്കും എന്ന് പറയും. അങ്ങനെയല്ല,
ഉമ്മ ഇമാമ് നിന്നിട്ട് മക്കൾ മഅ്മൂമായി നിന്ന് അവരൊന്നിച്ചാണ് നിസ്കരിക്കേണ്ടത്. അതിലൊരു ബർക്കത്തുണ്ടെന്നാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അതിലൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബറക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ച എന്ന കാര്യമാണ്. വാപ്പയും പുരുഷന്മാരും പള്ളിയിൽ പോയി ജമാഅത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുക എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ ആരെങ്കിലും ഉപേക്ഷ വരുത്തിയാൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലളൽതും, നിങ്ങൾ പിഴച്ചു പോവുക തന്നെ ചെയ്യും. മനുഷ്യന്മാർ നന്മയുടെ മാർഗത്തിൽ നിന്ന് പിഴച്ചു പോകാനുള്ള ഏറ്റവും വലിയ കാരണം എന്താ അറിയോ? നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധയില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ അപകടം. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തൊരു പോയിൻ്റ് എന്താ അറിയോ? ഫർള് നിസ്കാരം നമ്മൾ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചാൽ സുന്നത്ത് നിസ്കാരം നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി മാറ്റിവെക്കണം. അതെന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് നിങ്ങളുടെ വീട്ടിലേക്ക് റഹ്മത്തും ബറക്കത്തും കൊണ്ടുവരുന്ന ഏറ്റവും നല്ല മാർഗമാണ്. ഒരു മനുഷ്യൻ്റെ നിസ്കാരം ഏറ്റവും അഫ്ളൽ. ഫർളാണെങ്കിൽ അത് പള്ളിയിലാണ്, സുന്നത്താണെങ്കിൽ അത് വീട്ടിലാണ് ഏറ്റവും അഫ്ളൽ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ ഇശാ നിസ്കരിച്ചാൽ ഇശാഇൻ്റെ സുന്നത്ത് എന്ത് ചെയ്യണം? വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ദുഹാ നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. സുബഹീൻ്റെ മുമ്പുള്ള 2 റക്അത്ത് വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഹദീസ് കൂടെ ഓർമ്മപ്പെടുത്താം. മൻ സാബറ അലസ്നതൈ അശറത റക്അ, ആരെങ്കിലും 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം പതിവായി റവാത്തിബ് സുന്നത്തുകൾ നിർവഹിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അയാൾക്കൊരു വീടുണ്ട് എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഏതാണ് ഈ 12 റക്അത്ത്? അർബഅൻ ഖബില ളുഹരി, ളുഹറിന് മുമ്പ് 4, റക്അത്തൈനി ബഅദഹ, അതിന് ശേഷം 2 റക്അത്ത് 6ആയി. പിന്നെ മഗ്രിബിന് ശേഷം 2 8ആയി. ഇശാഇന് ശേഷം 2 10ആയി. സുബഹിൻ്റെ മുമ്പ് 2 12ആയി. ഈ 12 റക്അത്ത് ആരെങ്കിലും പതിവായി റവാത്തിബ് സുന്നത്ത് നിർവഹിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വീടാണ് സമ്മാനമായി തരുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അത് നമ്മുടെ വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കണം. അത് നമ്മുടെ വീട്ടിലേക്ക് റഹ്മത്തും ബറക്കത്തും ഇറങ്ങി വരാനുള്ള മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ, അവസാനിപ്പിക്കുകയാണ്, അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ, എന്ത് തിന്മ വീട്ടിൽ കണ്ടാലും ആ തിന്മകളെ എതിർക്കാനുള്ള ഒരു മനക്കരുത്തും ധൈര്യവും ആ വീടിൻ്റെ ഗ്രഹനാഥൻ എന്ന നിലയിൽ നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് ദയൂസിനെ കുറിച്ച്. എന്താണ് ദയൂസ്? വീട്ടിലെ തിന്മകൾക്ക് നേരെ കണ്ണ് ചിമ്മുന്നവരാണവർ. അവർ അക്രമകാരികളാണ്. അവർക്ക് പരലോകത്ത് വലിയ ശിക്ഷയാണുള്ളത്. ഏത്? വീട്ടിൽ ഭാര്യ ചെയ്യുന്ന തിന്മകൾക്ക് നേരെ കണ്ണടക്കുക, മക്കൾ ചെയ്യുന്ന തിന്മകൾക്ക് നേരെ കണ്ണടക്കുക ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മൻ റആ മിൻകും മുൻകറ, നിങ്ങളൊരു തെറ്റ് കണ്ടാൽ ഫല്യുഗയ്യിർഹു ബിയദിഹി, കൈകൊണ്ട് തടയണം. കൈകൊണ്ട് തടയണം. അത് നമ്മൾ തടയണം, അത് നമ്മൾ തിരുത്തണം, അത് നമ്മൾ മാറ്റി എഴുതണം. കാരണം അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വല്ലക്കും, നിങ്ങളുടെ ഭാര്യമാരിൽ നിന്നും നിങ്ങളുടെ മക്കളിൽ നിന്നും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹ്ദറൂഹും, നിങ്ങളവരെ സൂക്ഷിക്കണം. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ ശത്രുക്കളാകും, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ശത്രുക്കളാകും. വഇൻ തഅഫു വതസ്ഫഹു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, നിങ്ങൾ മാപ്പ് കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച ചെയ്യുന്നവനും മാപ്പ് കൊടുക്കുന്നവനുമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അവിടെ ആലോചിച്ച് നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ. ആ സ്നേഹത്തിൻ്റെ എത്രയെത്ര ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു യുദ്ധത്തിൻ്റെ രംഗത്ത് സഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഹാബത്തെ നിങ്ങൾ മുന്നിലേക്ക് നടക്കൂ, ഞാനും ആയിഷയും ഒന്ന് പിന്നിൽ വരട്ടെ. അവർ മുന്നിൽ നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും പിന്നിൽ നടന്നു വരികയാൻ. ആയിഷ ബീവിയോട് ചോദിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആയിഷ നമ്മളൊരു ഓട്ട മത്സരം നടത്തിയില്ലേ? എത്ര മനോഹരമാണ്. ഒളു എടുത്തിട്ട് പള്ളിയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ മുന്നിൽ കണ്ട ആയിഷ ബീവിയുടെ നെറ്റിത്തടത്തിൽ മുത്തം കൊടുത്ത് പള്ളിയിലേക്ക് പോയ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം. എത്ര സ്നേഹമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രിയപ്പെട്ട ഭാര്യയെ. എന്നാൽ ഒരു ദിവസം വീട്ടിലേക്ക് കയറി വരുമ്പോൾ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രമുള്ള ഒരു വലിയ വിരിപ്പ് വീടിൻ്റെ ഡോറിൻ്റെ മുന്നിൽ തൂക്കിയിട്ടത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടു.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് അത് മാറ്റിവെക്കാൻ വേണ്ടി പറഞ്ഞു. സ്നേഹം ഒരിക്കലും തിന്മകൾ ചെയ്യുമ്പോൾ അരുത് എന്ന് പറയാൻ തടസ്സമായിരുന്നില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഭാര്യമാർ ചെയ്യുന്ന തിന്മകളെ അത് ഒരിക്കലും അവരോടുള്ള സ്നേഹം കൊണ്ട് അവർ ചെയ്യുന്ന തിന്മകളെ തടയാതിരിക്കാൻ അത് കാരണമാകരുത്. പിന്നെ പലപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് നമ്മുടെ ഭാര്യമാരോട് പറയാനുണ്ടാകുക എൻ്റെ മൊബൈലിൻ്റെ ഉപയോഗം ഒന്ന് കുറക്കണമെന്നാണ്, അല്ലേ? എൻ്റെ മൊബൈലിൻ്റെ ഉപയോഗം ഒന്ന് കുറക്കണമെന്നാണ് നമുക്ക് പറയാനുണ്ടാകുക. അത് നമ്മൾ പറഞ്ഞാൽ നേരെ തിരിച്ചിങ്ങോട്ടും പറയും, എന്ത്, നിങ്ങളെ മൊബൈലിൻ്റെ ഉപയോഗം ഒന്ന് കുറക്കണമെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ രണ്ടുപേരും കൂടെ, ഭാര്യയും ഭർത്താവും കൂടെ മക്കളോട് പറയും, മക്കളെ നിങ്ങൾ മൊബൈലിൻ്റെ ഉപയോഗം ഒന്ന് കുറക്കണമെന്ന്. മക്കൾ നേരെ തിരിച്ചിങ്ങോട്ട് പറയും, പാപ്പാൻ്റെ ഉമ്മാൻ്റെ മൊബൈലിൻ്റെ ഉപയോഗം ഒന്ന് കുറക്കണമെന്ന്. ആരെയാണ് നിയന്ത്രിക്കേണ്ടത്? ഈ പൂച്ചക്കാര് മണികെട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ മാതൃകയാവേണ്ടവരാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയുന്നത്, മഗ്രിബ് മുതൽ ഒരു 9 മണി വരെ 2 മണിക്കൂർ സമയമെങ്കിലും നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ മാറ്റിവെച്ച് നിങ്ങളുടെ മക്കളോടൊപ്പം ഇരിക്കുക. അവരുടെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൽ അവരുടെ കൂടെ ഉണ്ടാവുക, അവരുടെ മദ്രസ പഠനത്തിൽ അവരുടെ കൂടെ ഉണ്ടാവുക, അവരുടെ സ്കൂളുകളിൽ ചെയ്യേണ്ട വർക്കുകളുടെ വിഷയത്തിൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവുക. അവർക്ക് തോന്നണം ഒരു സ്കഫോൾഡിങ്, എന്ത് കാര്യവും എനിക്ക് തുറന്നു പറയാനുള്ളൊരു സ്പേസ് എൻ്റെ ഉമ്മ എനിക്ക് തരുന്നുണ്ട് എന്ന് മക്കൾക്ക് തോന്നാനുള്ളൊരു സാഹചര്യം നമ്മുടെ വീട്ടിൽ ഒരുക്കി കൊടുക്കണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കളും മനുഷ്യന്മാരാണ്, അവർക്കും അസ്തിത്വമുണ്ട്, അവർക്കും പിന്നെ ചിന്തിക്കാനും അതേപോലെ തന്നെ ആലോചിക്കാനുമുള്ള കഴിവുണ്ട്. അവർക്കും പറയാൻ വേദനകളും സങ്കടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കേട്ടുകൊടുക്കാനുള്ളൊരു നല്ല മനസ്സ് നമുക്കുണ്ടാകണം. അവരെ കെയർ ചെയ്യാൻ നമുക്ക് കഴിയണം, അവർ ഷെയർ ചെയ്യുന്നത് കേട്ടുകൊടുക്കാൻ നമുക്ക് കഴിയണം, അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മക്കളെ ചുംബിക്കുന്നത് പോലും അവരോടുള്ള കാരുണ്യമാണ്. ചുംബിക്കാത്ത സഹാബത്തിനോട് രൂക്ഷമായി പ്രവാചക തിരുമേനി ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു കാരുണ്യം എടുത്തു കളഞ്ഞതിന് ഞാൻ ഉത്തരവാദിയാണോ എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കുണ്ടാകരുത്. മക്കളെ നമ്മൾ സ്നേഹിക്കണം. അപ്പോൾ ചിലരൊക്കെ പറയാമെന്നറിയോ, സ്നേഹിക്കണോ നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ മക്കളോട് സ്നേഹമുണ്ട്, അതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചതാ ഞങ്ങൾ. സ്നേഹമെന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. നിങ്ങൾ നോക്ക്, മനുഷ്യന്മാർ 3 ടൈപ്പാണ് ഉണ്ടാകുക. ഒന്നെന്തായിരിക്കും, ഓഡിറ്ററി ആയിരിക്കും, നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും, കേൾവിക്കാരായിരിക്കും, അല്ലെങ്കിൽ വിഷ്വലി ആയിരിക്കും, കാഴ്ചക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ കെനസ്തെറ്റിക് ഫീലിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരിക്കും. നമ്മുടെ മക്കൾ ഏത് ടൈപ്പാണ് നമ്മൾ മനസ്സിലാക്കി. അവർ ഫീലിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ, ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മതി, ഒരു ഉമ്മ കൊടുത്താൽ മതി. സ്കൂളിൽ പോകുന്ന സമയത്ത്, മദ്രസയിൽ പോകുന്ന സമയത്ത് ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താൽ, കയറി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉമ്മച്ചിയെ ഞാനിന്ന് പരീക്ഷയിൽ ക്ലാസ്സിൽ 2ാം സ്ഥാനം എനിക്കാണ്, 1ാം സ്ഥാനം എനിക്കാണ്, എൻ്റെ അജൊക്കെ മദ്രസയിലെ 1ാം സ്ഥാനമല്ലേ ആയിട്ടുള്ളൂ, ഞാനൊന്നും 1ാം സ്ഥാനം തന്നെയാണ് എന്നാണ് ചിലപ്പോൾ എന്ത് ചെയ്ച്ചാൽ ഉമ്മമാർ പറയാം. ഈ മക്കൾ അവരൊന്ന് ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു മുത്തം കൊടുത്താൽ നിങ്ങളൊരു സമ്മാനം അവർക്ക് കൊടുക്കണ്ട. അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താ അറിയോ, അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു മുത്തം മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാനഹല വാലിദുൻ, ഒരു വാപ്പയും ഒരു മക്കൾക്കും, ഒരു ഉമ്മയും ഒരു മക്കൾക്കും ഒരു സമ്മാനവും നൽകുന്നില്ല, മിൻ അദബിൻ ഹസൻ, സൽസ്വഭാവത്തെക്കാളും നല്ല, നല്ല സംസ്കാരത്തെക്കാളും നല്ല ഒരു സമ്മാനവും ഒരു വാപ്പയും ഉമ്മയും മക്കൾക്ക് സമ്മാനമായി കൊടുക്കുന്നില്ല. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് ഏറ്റവും നല്ല സംസ്കാരമാണ്, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം. ഇതാണ് നമ്മുടെ മക്കൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളെടുത്തുനിന്ന് പഠിക്കേണ്ടത്. പുതിയ തലമുറ പറയുന്നത് ഞങ്ങൾക്ക് കല്യാണം വേണ്ട. അപ്പം മക്കളോട് ചോദിച്ചു, മക്കളെ എന്താ നിങ്ങൾ കല്യാണം വേണ്ട എന്ന് പറയുന്നത്? വീണ്ടും ചോദിച്ചു മക്കളോട്. ഞാനൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളോടാണ് ചോദിക്കുന്നത്, മക്കൾ നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞത് കല്യാണം വേണ്ടെന്ന്? അപ്പോൾ ചില മക്കൾ പറഞ്ഞാൽ എന്താ അറിയോ, എൻ്റെ ഉപ്പയമ്മയും ജീവിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനത്തെ ആൾക്കാരാണ് പുതിയാപ്പിളാരെങ്കിൽ എനിക്ക് പുതിയാപ്പിള വേണ്ടാന്ന് തീരുമാനിച്ചാണ്. ഇവിടെ ഇരിക്കുന്നവരോട് മനസ്സ് തുറന്നിട്ട് പറയാണ്, നമ്മളെ ജീവിതം കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. നമ്മുടെ ജീവിതം കണ്ടിട്ട് നമ്മുടെ മക്കൾ പറയരുത്, ഇങ്ങനത്തെ വാപ്പയാണെങ്കിൽ, ഇങ്ങനത്തെ ഭർത്താവാണെങ്കിൽ എനിക്ക് ജീവിതം വേണ്ട, ഇങ്ങനത്തെ ഭാര്യയാണെങ്കിൽ എനിക്കൊരു ഭർത്താവിനെ വേണ്ട, അല്ലെങ്കിൽ എനിക്കൊരു കുടുംബജീവിതം വേണ്ട എന്ന് മകൻ പറഞ്ഞാൽ, അങ്ങനെ മകൾ പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും ശത്രുക്കൾ ഉണ്ടാകും. അവർ പടച്ചവനോട് പറയാൻ അറിയോ, അരിനല്ലതൈനി അവല്ലാന,
മിനൽ ജിന്നി വൽ ഇൻസി, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളെ പഴപ്പിച്ച, ഞങ്ങൾക്ക് നന്മ പഠിപ്പിക്കാത്ത, ഞങ്ങൾക്ക് ഹൈറ് പറഞ്ഞു തരാത്ത ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. നൊന്തു പ്രസവിച്ച് മാറത്തിരുത്തി താരാട്ട് വാടിയുറക്കി, കാല് വളരുന്നത്, കൈ വളരുന്നത്, ശരീരം വളരുന്നത്, ചിരിക്കുന്നത്, മോണകളിലെ ചിരിയിൽ നിന്ന് ആ പല്ലുകൾ വന്ന് പുഞ്ചിരിക്കുന്നത് കാണുമ്പോൾ കണ്ണുന്ന് വരുന്ന ഒരു കണ്ണീരുണ്ട്, സന്തോഷ കണ്ണീര്. അവർ നടക്കുന്നത് കാണുമ്പോൾ ഒരു ആത്മനിർവൃതിയുണ്ട്, അവരോടുന്നത് കാണുമ്പോൾ, അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന മക്കൾ നാളെ പടച്ചോൻ്റെ മുന്നിൽ ചെന്നിട്ട് പറയും, പടച്ചോനെ എൻ്റെ വാപ്പാൻ എനിക്കൊന്ന് കാണിച്ചു തരുമോ, എൻ്റെ ഉമ്മൻ എനിക്കൊന്ന് കാണിച്ചു തരുമോ? കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, പടച്ചോനെ ഇവരെനിക്ക് പഠിപ്പിക്കേണ്ടതൊന്നും ഇവർ പഠിപ്പിച്ചു തന്നിട്ടില്ല, ഇവരെനിക്ക് തരേണ്ടതൊന്നും തന്നിട്ടില്ല. അവസാനം അള്ളാഹിനോട് പറഞ്ഞെന്തറിയും? നജഅൽഹുമാ തഹ്ത അഖ്ദാമിന, എൻ്റെ കാലിൻ്റെ അടിയിലിട്ട് ഞാൻ എൻ്റെ വാപ്പനും ഉമ്മനെ ഒന്ന് ചവിട്ടട്ടെ എന്ന് ആര് പറയും? മക്കൾ പറയുമെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മുടെ മക്കൾ നമുക്കെതിരെ സംസാരിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുക. ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി ഓരോരുത്തരും ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീരും. മക്കൾക്ക് ദീന് പറഞ്ഞു കൊടുക്കണം, ദീന് പഠിപ്പിച്ചു കൊടുക്കണം. ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതിനേക്കാളും ഗൗരവതലത്തിൽ ദീനാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. 5ാം ക്ലാസ് വരെ എല്ലാം മദ്രസ്, 7 വരെ 8 വരെ നമ്മുടെ മദ്രസകളുണ്ട്. മദ്രസകളിലേക്ക് അവർ പോകണം. ഒരിക്കലും ട്യൂഷൻ ക്ലാസ്സിൻ്റെ പേരിൽ നമ്മുടെ മദ്രസ നഷ്ടപ്പെട്ടു എന്നൊരവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെ മദ്രസ നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ ഓൺലൈനായി മദ്രസ പഠനം തുടരാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇനി മദ്രസ കഴിഞ്ഞാലും +1-നും ഹയർ സെക്കൻഡറി തലത്തിലുള്ള കുട്ടികൾക്ക് ദീന് പഠിക്കാനുള്ള CRE ക്ലാസ്സുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അതേപോലെ തന്നെ ഓൺലൈനായി ഖുർആൻ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇഷ്ടംപോലെ സംവിധാനമുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിൻ്റെ ബേസ് എന്ത് ചെയ്യണം, അടിസ്ഥാനങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഈ അടിസ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അവരെവിടെ ചെന്നാലും അവർ തെറ്റിപ്പോകില്ല. അവരെവിടെ ചെന്നാലും, ഒരു എത്തിസ്റ്റിൻ്റെ മുന്നിൽ ചെന്നാലും, ഒരു ലിബറൽ കൾച്ചറുള്ള സമൂഹത്തിലേക്ക് കയറി ചെന്നാലും അവിടെ ഒരിക്കലും പതറിപ്പോകൂല. ഒരു നിരീശ്വരവാദിയുടെ കൂട്ടിൻ്റെ ഉള്ളിൽ ചെന്നാലും അവിടെ നിന്ന് എന്ത് ചെയ്യൂല, നമ്മുടെ മക്കൾ പരീക്ഷിക്കപ്പെട്ടു പോകില്ല. കാരണം അവർക്ക് അടിസ്ഥാനപരമായ വിജ്ഞാനം എന്ത് ചെയ്യണം, നമ്മൾ പകർന്നു കൊടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ 24 മണിക്കൂറും കേൾവി സാധ്യമായ നമ്മുടെ പീസ് റേഡിയോ അത് കേൾക്കാനും, അതിലെ അന്നൂർ വിശുദ്ധ ഖുർആൻ പഠന സംരംഭങ്ങൾ, ഇപ്പോൾ പല ആളുകൾക്കും ദീന് പല സ്ഥലങ്ങളിലും വന്ന് പഠിക്കാനുള്ള സംവിധാനങ്ങൾ, കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതിന് ഏറ്റവും നല്ല അവസരമാണ് നമ്മുടെ പീസ് റേഡിയോ. 24 മണിക്കൂറും ദീന് കേൾക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരം അല്ലേ. പിന്നെ അറിയപ്പെട്ട 16 കിതാബുകളാണ് പീസ് റേഡിയോയിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നത്. 16ഓളം കിതാബുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതേപോലെ തന്നെ തഫ്സീറുകളിൽ ഏറ്റവും പ്രഗത്ഭരായ മുഫസ്സിരിങ്ങളുടെ തഫ്സീറുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് അന്നൂർ പഠന ക്ലാസ് നടക്കുന്നത്. അതേപോലെ തന്നെ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യത്യസ്തമായ ദീനീ പഠന രംഗത്ത് ഇപ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അല്ലിജാബയുണ്ട്. അതേപോലെ തന്നെ പീസ് റേഡിയോ വ്യത്യസ്ത സംവിധാനങ്ങൾ, പിന്നെ വിഷമങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കാനുള്ള മറ്റ് ഓപ്ഷൻസൊക്കെ എന്തുണ്ട്, നമുക്ക് സംവിധാനങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി ദീൻ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. കാരണം ഖുർആൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഖുൽ നബിയെ പറയണം, ഹൽയസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും സമമല്ല. അതുകൊണ്ട് അറിഞ്ഞ് ജീവിച്ചാൽ ആസ്വദിച്ച് ജീവിക്കാൻ പറ്റും. അറിയാതെ ജീവിച്ചാൽ പൊട്ടന്മാരെ പോലെ ഇരുട്ടിൽ തപ്പി ജീവിക്കേണ്ട ഒരവസ്ഥയാണ് നമുക്കുണ്ടാവുക. അങ്ങനത്തെ ഒരു ദുരവസ്ഥ നമുക്ക് വരാതെ അറിഞ്ഞ് ആസ്വദിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അറിവിൻ്റെ വാതായനങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് തുറന്നു വെച്ചിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം ധന്യമാക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.